സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് സങ്കീർത്തനം 75, 6-7 തിരുവചനങ്ങൾ വായിക്കുന്നു. കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്കു നിന്നുമല്ല ഉയർച്ച വരുന്നത്. ദൈവം ന്യായാധിപതിയാവുന്നു. അവിടുന്ന് ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 75-ാം സങ്കീർത്തനം 6-7 തിരുവചനങ്ങളിൽ മനുഷ്യൻ്റെ അഥവാ മർത്യൻ്റെ ഉയർച്ചയുടെ രഹസ്യമാണ് നാം കാണുന്നത്. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ഒരു ഉയർച്ച, ഇത് ആഗ്രഹിക്കാത്തത് ആരാണുള്ളത്? ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഥവാ ആത്മീയമായോ ഭൗതികമായോ ഉയരുവാൻ, വളരുവാൻ, വർദ്ധിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല. നാം എല്ലാവരും ആത്മീയമായും ഭൗതികമായും ഉയർച്ച ആഗ്രഹിക്കുന്നു. എങ്കിലും ആ ഉയർച്ചയുടെ രഹസ്യം എന്താണ്? നമ്മുടെ കഠിന പ്രയത്നമോ, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ, നമ്മുടെ കഠിനാധ്വാനമോ? ഒരുപക്ഷെ അതിന് ഭാഗികമായി മുഖാന്തരമാകാം. എങ്കിലും ആത്യന്തികമായി നമ്മുടെ ആത്മീയവും ഭൗതികവുമായ ഉയർച്ചയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവമാണ്. അഥവാ ഉയർച്ചയുടെ അടിസ്ഥാനം ദൈവമാണ്. ദൈവമാണ് ഒരു മനുഷ്യനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഉയർച്ച ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ആ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉയർച്ച സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തു എന്ന തലയോളം വളരണമെന്നാണ്. ഇതാണ് വളർച്ചയുടെ പൂർണ്ണ അളവ് എന്ന് പറയുന്നത്. ക്രിസ്തുവിനേക്കാൾ അഥവാ യേശുവിനേക്കാൾ വളരുക സാധ്യമല്ല. ആ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് ഒരു സ്വഭാവമുണ്ട്. അത് തന്നെത്താൻ താഴ്ത്തുന്നവനെ ഉയർത്തുന്ന ആ ഒരു രീതിയാണ്. നാം എത്ര തന്നെ വളർന്നാലും, അത് ആത്മീയമായും ഭൗതികമായും വളർന്നാലും വർദ്ധിച്ചാലും, എത്ര തന്നെ ഉയർച്ചയിലെത്തിയാലും നമ്മെ ഉയർത്തിയത്, വളർത്തിയത്, വർദ്ധിപ്പിച്ചത് ദൈവമാണെന്നുള്ള ആ ബോധ്യം അതൊരിക്കലും നാം ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. അങ്ങനെ ഉപേക്ഷിച്ചാൽ നാം വീണ്ടും താഴ്ചയിലേക്ക് പോകുവാനിടയാകും. വേദപുസ്തകത്തിൽ അപ്രകാരം ഉയർന്ന നിലയിലെത്തിയിട്ട് ശൂന്യമായി പോയ നിരവധി പേരുടെ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവത്തിന് സമ്പൂർണ്ണമായി താഴ്ത്തിക്കൊടുത്തവരെ ഉന്നതികളിൽ വാഹനമേറി ഓടുമാറാക്കിയ ഉയർച്ചയുടെ ചരിത്രവും വേദപുസ്തകം നമുക്ക് നൽകുന്നു. ഉയർച്ച പ്രാപിക്കാം ആത്മീയമായും ഭൗതികമായും. അതിനാവശ്യമായിരിക്കുന്നത് നമ്മെ തന്നെ താഴ്ത്തി ദൈവകരങ്ങൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗത്ത് ഈ താഴ്ത്തി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതിനെ
ബുദ്ധിയുള്ള ആരാധനയായിട്ടാണ് വിളിക്കുന്നത്. 1 പത്രോസ് 5-ാം അധ്യായം 6-7 തിരുവചനങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു: താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. ആമേൻ.